എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫോം ക്ലേ മേടിച്ചിട്ട് ഏകദേശം 3-4 ആഴ്ചയായി. ഇത് മെയിൻ ആയിട്ട് മേടിക്കാൻ കാരണം തന്നെ കീ ചെയിൻസും ചാംസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മേടിച്ച് വെക്കലേ ഉണ്ടായുള്ളൂ. ഉണ്ടാക്കണ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി. ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നത് നന്നായി. അത് മാത്രമല്ല എന്റെ സ്റ്റഡീസ് എക്സാംസ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്കിലും ചോദിക്കലുണ്ട് ക്ലേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്ന്. അപ്പൊ പിന്നെ വെച്ച് താമസിപ്പിക്കാണ്ടിരിക്കണതാണല്ലോ നല്ലത്. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമുക്ക് അവക്കാഡോ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഗ്രീൻ കളറാണല്ലോ വേണ്ടത്. ഈ പാക്കില് ആകെ ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഈ പെയിന്റ് ചെയ്യുമ്പോൾ തന്നെ പല കളർ മിക്സ് ചെയ്തിട്ട് പുതിയൊരു കളർ ഉണ്ടാക്കൂലേ, ആ ഒരു മെത്തേഡ് ഇതിൽ നമുക്ക് ചെയ്യുന്നേ ഉള്ളൂ. അവക്കാഡോയുടെ ഔട്ടർ ലെയർ കുറച്ച് ഡാർക്ക് ഗ്രീനും ഉള്ളിലായിട്ട് കുറച്ച് ലൈറ്റ് ഗ്രീനും ആണ് വേണ്ടത്. ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്ലാക്ക് കളർ ക്ലേയും ഈ ഗ്രീനും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി, സെറ്റ് ആയി കിട്ടും. പിന്നെ അങ്ങോട്ട് നിങ്ങൾ ഉള്ളിലുള്ള എല്ലാ കഴിവും അങ്ങോട്ട് എടുത്ത് ഏകദേശം അവക്കാഡോയുടെ ഷേപ്പിൽ അങ്ങോട്ട് ആക്കിയെടുക്കാം. ഇന്നർ ലെയറിൽ കൊടുക്കാനുള്ള ഗ്രീനിന് പ്രത്യേകിച്ച് മിക്സിംഗ് ഒന്നും വേണ്ട, ഉള്ളത് തന്നെ വെച്ചു കൊടുത്താൽ മതി. പിന്നെ അവക്കാഡോയുടെ സീഡിനായിട്ട് ബ്രൗൺ കളർ ക്ലേന്ന് ചെറിയൊരു പീസ് എടുത്ത് ചെറിയൊരു സർക്കിളാക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ 2 ക്ലേ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഗ്ലൂ അങ്ങനെ വെച്ച് സെക്യൂർ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിട്ട് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും നമ്മുടെ സമാധാനത്തിന് ചെയ്യണത് നല്ലതാണ്. പിന്നെ അവക്കാഡോ സെറ്റായി വന്നാൽ അത് ഉണങ്ങുന്നതിന് മുന്നേ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു പിന്ന് അതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ പിൻസിന് ശരിക്കും ഐ പിൻസ് എന്നാ പറയുക. അത് ജ്വല്ലറി ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ കിട്ടും. ഞാനിവിടെ അടുത്തുള്ള എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കയറി ഇറങ്ങിയിട്ട് സാധനം കിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള വയറ് കൊണ്ട് അങ്ങോട്ട് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തതാണ്. പിന്നെ അവക്കാഡോ കുറച്ച് ജീവൻ കൊടുക്കാനായിട്ട് 2 കണ്ണൊരു വായും കൂടി വരച്ചു കൊടുക്കും. അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അടുത്ത് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. വെറും ഐസ്ക്രീം അല്ല, കോൺ ഐസ്ക്രീം. അതിനായിട്ട് ഞാൻ ഈ ബ്രൗൺ കളർ എടുത്തിട്ട് കുറച്ച് ബ്ലാക്ക് കൂടി മിക്സ് ചെയ്ത് ഒന്നുകൊണ്ട് ഡാർക്ക് ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കോണിന്റെ ഷേപ്പിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൂള് കൊണ്ട് ഈ കോണിന്റെ മേലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ ഈ ഐസ്ക്രീം കോൺസിന്റെ ഒക്കെ മേലെ പൊതുവെ ഒരു ഗ്രിഡ് പാറ്റേൺസ് ആണല്ലോ കാണാറ്, അതിന് വേണ്ടിയിട്ടാണ്. ദെൻ അതിന്റെ മേലെ ഐസ്ക്രീം വെക്കാനായിട്ട് ഈ ഒരു കളറിൽ ക്ലേ എടുത്ത് ചെറിയൊരു ബോളിന്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുത്ത് ഗ്ലൂ തേച്ച് ആ കോണിക്ക് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. എങ്ങനെയുണ്ട് ഐസ്ക്രീം സെറ്റായില്ലേ? എന്നിട്ട് അതിനും ഈ പിന്നിൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഐസ്ക്രീം ചം സെറ്റായി കിട്ടി. അടുത്തത് ഇനി വാട്ടർമെലൺ ഉണ്ടാക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ വാട്ടർമെലൺ എന്താ പറയാ? നമ്മുടെ അവിടെ ചക്കരമത്താന്നാട്ടോ പറയാ. എന്താന്നറിയില്ല, ഞാൻ എപ്പോൾ ചക്കരമത്താന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങും. അതെന്താ ഇത്രയൊക്കെ മോശമാണോ ഈ ചക്കരമത്ത? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യും. ഈ ചക്കരമത്ത വാട്ടർമെലൺ ഉണ്ടാക്കാനാട്ടോ കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വന്നത്. എത്ര അങ്ങോട്ട് നോക്കിയിട്ട് വാട്ടർമെലൺ അങ്ങോട്ട് സെറ്റായിട്ട് വരുന്നില്ല. പിന്നെ എന്തൊക്കെയോ കൊണ്ട് കാണിച്ചൊപ്പിച്ചെടുത്ത്. അതിൻ്റെ സീഡ്സും നേരത്തെ അവക്കാഡോക്ക് കണ്ണും വായും വരച്ചു കൊടുത്ത പോലെ ബ്ലാക്ക് സ്കെച്ച് ആയിട്ടാണ് കേട്ടോ വരച്ചു കൊടുത്തത്. അടുത്ത് നമുക്ക് ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. ബുൾസൈയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ച് മുന്നേ ക്ലേ കൊണ്ട് ഒരു ബുൾസൈ കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കിയെടുത്ത് ഓർമ്മയുണ്ട്. അതിന് ഞാൻ മുട്ടയുടെ ഉണ്ണിക്ക് ഓറഞ്ച് കളർ അടിച്ചു കൊടുത്തേന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. അതിൽ ആരൊക്കെ കമന്റ് എടുക്കുക പുതിയ കണ്ടുപിടുത്താണ് ഓറഞ്ച് കളർ എന്നൊക്കെ. പൊന്നാര ചങ്ങായിമാർ, അത് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. മുട്ടയുടെ ഉണ്ണി ഓറഞ്ച് കളറിലും യെല്ലോ കളറിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ ആ കളറിൽ കാണാറില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ഇത് നോക്കിക്കോളി. ആ ഒരു വിഷമം തീർക്കാനായിട്ട് പ്രാവശ്യം ഞാൻ മഞ്ഞ കളറാണ് ആക്കിയിട്ടുള്ളത്. ഇനി ആരും അതും പറഞ്ഞു വരാൻ നിൽക്കണ്ട.
എങ്ങനെയുണ്ട്? അടുത്തത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു, പെട്ടെന്ന് കാര്യം കഴിഞ്ഞിട്ടി. പിന്നെ ഒന്നുകൂടെ ഒറിജിനാലിറ്റി കിട്ടാനായിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും പിന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വീണ്ടും ഓറഞ്ച് കളർ കൊണ്ട് ഓറഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അതും ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, നല്ല സിമ്പിളായിട്ട് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓറഞ്ചും ക്യാരറ്റും ആണ്. അടുത്തത് പോപ്സിക്കിൾ ആട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ക്ലേ എടുത്തിട്ട് ഇതുപോലൊക്കെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പോപ്സിക്കിളിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്ന തോന്നിക്കാനായിട്ട് വൈറ്റ് കളർ ക്ലേ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ മേലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പോപ്സിക്കിളിൻ്റെ സ്റ്റിക്കും സെറ്റാക്കി കൊടുത്ത് കുറച്ച് സ്പ്രിങ്കിൾസ് അതിൻ്റെ മേലെ കൂടി എടുത്തപ്പോൾ സംഭവം ഓക്കെ ആയി. ഇത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ എൻ്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ പരിപാടി അവിടെ നിർത്തി. സംഭവം എല്ലാം കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഒരു ചോക്ലേറ്റ് കുക്കി ആൻഡ് ഒരു പൈനാപ്പിളും കൂടെ സെറ്റാക്കി എടുത്തു. ഇത്രയായാൽ തന്നെ നമ്മളെ ചാംസ് സെറ്റായിട്ടുണ്ട്. പിന്നെ കീ ചെയിൻ ആക്കാനായിട്ട് ഇതുപോലെ കീ ചെയിൻ്റെ റിങ്സ് വാങ്ങാൻ കിട്ടും, അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ കീ ചെയിൻ റിങ്സ് ഞാനിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഒരെണ്ണത്തിന് 5 രൂപയായത്. കീ ചെയിൻ ആക്കുമ്പോൾ ഒന്നെങ്കിൽ ഓരോ കീ ചെയിൻ റിങ്ങിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 2-3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ കാണാൻ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. കുറച്ച് ബൾക്കി ഫീലൊക്കെ ഉണ്ടാവുമ്പോൾ നൈസല്ലേ? അപ്പം അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കണ്ട. പിന്നെ ഇഷ്ടമുള്ളതൊക്കെ കമൻറ്റ് ചെയ്യ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.